നീറ്റ് 2026 ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇനി എപ്പോഴായിരിക്കും നീറ്റിന്റെ നീറ്റ് നടക്കാൻ പോകുന്ന ഡേറ്റ് എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും കൺഫ്യൂഷൻ. കറന്റ് NTA നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള ഡേറ്റോ മറ്റോ തന്നിട്ടില്ല. പക്ഷേ നമുക്കൊരു റെഫറൻസ് ആയിട്ട് വെക്കാൻ 2 റീനീറ്റുകളാണ് മുമ്പ് നടന്നിട്ടുള്ളത്. നമ്മുടെ അതായത് 2024 ഒരു റീനീറ്റ് നടന്നിട്ടുണ്ട്. അത് ഏതാണ്ട് 1500ഓളം പേർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ അതിന് മുമ്പ് AIPMT 2015, അതായത് 2015 AIPMT. ബാക്കി പിന്നെയും കുറച്ച് റീനീറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് മൈന്യൂട്ട് കേസുകൾക്ക് വല്ല ഡ്രസ് ഇഷ്യൂസും മറ്റൊക്കെ ആയിട്ടുള്ള റീനീറ്റുകളായിരുന്നു. മെയിൻലി നമ്മൾ 2015 റീനീറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു മാസീവ് ആയിട്ടുള്ള നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസുകൾ യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നത് ജൂൺ 12 ജൂൺ 12 അന്ന് ഇതേപോലെ മെയ് 3 എക്സാം നടക്കുന്നു. ജൂൺ 12 എക്സാം ക്യാൻസൽ ചെയ്യുന്നു. വിത്തിൻ 4 വീക്സ് എക്സാം നടത്തണമെന്ന് അന്നത്തെ ടെസ്റ്റിംഗ് ഏജൻസിയോട്, അതായത് CBSE ആയിരുന്നു അന്ന്, അവരോട് പറയുന്നു. ദെൻ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് ജൂലൈ 25 അപ്പോൾ ഏതാണ്ട് ഒരു 30 to 40 ഡേയ്സ് 45ഓളം ഡേയ്സ് അവർക്ക് അന്ന് കിട്ടിയിരുന്നു എക്സാം ക്യാൻസൽ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇന്ന് കറന്റ് മെയ് 12 എക്സാം ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. സോ മെയ് 12 ശേഷം നമുക്കൊരു 30 to 45 ഡേയ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അന്ന് 6 lakhs സ്റ്റുഡൻസിന് മാത്രമായിരുന്നു എക്സാം നടന്നത്. അന്ന് AIPMT അഥവാ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എഴുതുന്നത് 6 lakh സ്റ്റുഡൻസ് ആയിരുന്നു. ബട്ട് ഇന്ന് അത് 23ലധികം, അതായത് 24-25 ലക്ഷത്തിന് അടുത്ത് സ്റ്റുഡൻസ് എഴുതുന്ന എക്സാം ആണ്. സോ പക്ഷേ ഇന്ന് നമ്മുടെ ഫെസിലിറ്റീസും സാധനങ്ങളും ഒക്കെ അതിനനുസരിച്ച് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എക്സാംസിൽ ഇനി എക്സാമിന് പ്രൊഫസേഴ്സ് വന്ന് NTA പ്രൊഫസേഴ്സ് വന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ദെൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയതിനു ശേഷം അത് എല്ലാ സെന്ററുകളിലേക്ക് എത്തണം. ഇതിനൊക്കെയുള്ള ഒരു ടൈം സ്പാൻ ഒരു 30 to 45 ഡേയ്സ് ആണ് നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമുക്ക് പറയാനുള്ള സോഴ്സുകൾ എന്തായാലും വരും ദിവസങ്ങളിൽ NTA തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല മെസ്സേജുകളിൽ നിന്നും കണ്ട് പാനിക് ആവാതിരിക്കുക. നമ്മളൊരു 30 ഡേയ്സ് എങ്ങനെയായിരുന്നോ നമ്മുടെ മുമ്പ് പ്രിപ്പയർ, അതായത് മെയ് 3 മുമ്പുള്ള 30 ഡേയ്സ് എങ്ങനെയായിരുന്നോ നമ്മൾ പ്രിപ്പയർ ചെയ്തത്, അതേപോലെ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാട്ടോ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്.